ഓക്കെ, ക്ലിയർ. അപ്പോൾ ഹലോ, പ്രവീൺ ഹിയർ. ഗുഡ് ഈവനിങ് ഓൾ. സോ എല്ലാവർക്കും സൈക്യുവിൻ്റെ സ്പോർട്സ് സൈക്കോളജി വെബിനാർ സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വെബിനാർ കൊണ്ട് നമ്മൾ സൈക്യു ഉദ്ദേശിക്കുന്നത് എന്തെന്നാൽ, നിലവിൽ PG പ്രവേശനത്തിനുള്ള എൻട്രൻസ് എക്സാമുകളും അതുപോലെ അപ്ലിക്കേഷൻസ് എല്ലാം കൊടുക്കേണ്ട ഒരു സമയം എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ മനസ്സിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇപ്പം UG കഴിഞ്ഞു, ഇനിയിപ്പോൾ PG ഏതെടുക്കും? സൈക്കോളജിയിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലിനിക്കൽ വേണോ, OB വേണോ, അതോ സ്പോർട്സ് വേണോ, അതോ കൗൺസിലിംഗ് വേണോ എന്നുള്ള ഒരു നല്ലൊരു കൺഫ്യൂഷനിലായിരിക്കും നിങ്ങൾ ഇരിക്കുന്നുണ്ടാവും. അപ്പം നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഇപ്പോൾ ഒരു സ്പോർട്സിലും അതുപോലെ തന്നെ സൈക്കോളജിയിലും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു നല്ല ഓപ്ഷനാണ് ഇത് സ്പോർട്സ് സൈക്കോളജി. ഇപ്പം നിങ്ങൾ ഇൻട്രസ്റ്റ് മനസ്സിലാക്കി, സ്പോർട്സ് സൈക്കോളജി ആണ് എൻ്റെ ഇൻട്രസ്റ്റ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാം. അതായത് ഇനി ഏത് നല്ല യൂണിവേഴ്സിറ്റിയിലാണ് സ്പോർട്സ് സൈക്കോളജി പ്രൊവൈഡ് ചെയ്യുന്നത്, അതുപോലെ സ്പോർട്സ് സൈക്കോളജി എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ തരം കരിയർ അതുപോലെ ഏതൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളതിലും നിങ്ങൾക്ക് ഡൗട്ട് വരും. അപ്പോൾ ആ സംശയങ്ങളൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് സൈക്യു ഇന്നത്തെ ഈ ഒരു വെബിനാർ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. നമ്മുടെ സൈക്യുവിൻ്റെ അണ്ടറിൽ തന്നെ ഒരുപാട് പ്രോജക്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം നല്ല മെൻ്റൽ ഹെൽത്ത് സർവീസസ് ആയിട്ടുള്ള കൗൺസിലിംഗ്, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിലൂടെ സൈക്യു നൽകുന്നുണ്ട്. സൈക്യുവിൽ അത് മാത്രമല്ല, നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഇഗ്നോറിൻ്റെ ക്ലാസ്സസ് പ്രൊവൈഡും ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ സൈക്യുവിൻ്റെ പുതിയ ഒരു പ്രോജക്റ്റാണ് സൈക്യു സ്പോർട്സ്. കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് സ്പോർട്സ് സൈക്കോളജി ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ സൈക്യു സ്പോർട്സ്. സൈക്യു സ്പോർട്സിന്റെ അണ്ടറിൽ സ്പോർട്സ് സൈക്കോളജി സംബന്ധിച്ചിട്ടുള്ള കൗൺസിലിംഗ്, ഇൻഫർമേഷൻസ്, വെബിനാർ എന്നീ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ നമ്മളിവിടെ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഈ സെഷൻ സ്പോർട്സ് സൈക്കോളജി ഇൻ ഇന്ത്യ പാത്വേസ് ടു MSc പ്രോഗ്രാംസ് ആൻഡ് കരിയർ സ്കോപ്പ് എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കറൻ്റ്ലി നമ്മളുടെ UAE-യിൽ സീനിയർ സ്പോർട്സ് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പാർവതി മാഡമാണ്. പാർവതി മാഡം ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരു സ്പോർട്സ് സൈക്കോളജിസ്റ്റ് എന്നതിനൊപ്പം മാഡം ഒരു നാഷണൽ ഹാൻഡ്ബോൾ പ്ലെയർ കൂടെയാണ്. അതുപോലെ മാമിന് ഈ ഒരു ഫീൽഡിൽ 5 വർഷത്തോളം എക്സ്പീരിയൻസും കൂടി ഉണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ സെഷൻ എല്ലാവർക്കും, ഈ ജോയിൻ ചെയ്ത എല്ലാവർക്കും നല്ലപോലെ യൂസ്ഫുൾ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പാർവതി മാമിനെ ഈ സെഷൻ എടുക്കുന്നതിനായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. മാം. താങ്ക് യു പ്രവീൺ. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ഓൾ ഓഫ് യു. കാരണം ഇങ്ങനത്തെ ഒരു ജേർണിയിൽ ഇവിടെ ഒരു വെബിനാർ ആയിട്ട് ഒരു ഗൂഗിൾ മീറ്റ് ആയിട്ട് കൂടി നിങ്ങളെ സമയം കണ്ടെത്തിയിട്ട് നിങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കണം. എന്തായാലും ഒരു പുതിയൊരു സബ്ജക്റ്റിനോടുള്ള ഞാൻ പാർവതി, പ്രവീൺ പറഞ്ഞ പോലെ ഞാനൊരു 4+ years ആയിട്ട് സ്പോർട്സ് സൈക്കോളജി ഫീൽഡിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, എന്താ സ്പോർട്സ് സൈക്കോളജി, എന്തിനാ സ്പോർട്സ് സൈക്കോളജി, സാധാ സൈക്കോളജിസ്റ്റ് പോരെ, വേറൊരു മേഖല എന്തിനാണ്, എന്താണ് സ്പോർട്സിൽ സൈക്കോളജിസ്റ്റിന്റെ ആവശ്യകത? അപ്പൊ ഒരു സൈക്കോളജി സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്റ്റുഡന്റിന് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവാം ചിലപ്പോൾ എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു സ്പോർട്സ് പ്ലെയർക്ക് മനസ്സിലാവാം എന്തുകൊണ്ട് സൈക്കോളജി ആവശ്യമാണ് എന്നുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സൈക്കോളജി സ്റ്റുഡൻസിനും ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിനും എടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് ആയിട്ടാണ് സ്പോർട്സ് സൈക്കോളജി ഇപ്പൊ ഇന്ത്യയിൽ നിൽക്കുന്നത്. അപ്പൊ അതിനെ പറ്റിയുള്ള ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഇതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ അതിനു മുന്നേ സൈക്യു ലേണിങ്ങിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. സൈക്യു ലേണിംഗ് എന്ന് പറയുന്നതാണ് ഇപ്പം ഇതിന്റെ ഹോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ ഇഗ്നോ അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കൊക്കെ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ തന്നെ വേറൊരു പുതിയൊരു ആരംഭമാണ് സൈക്യു സ്പോർട്സ് എന്ന് പറയുന്നത്. സൈക്യു സ്പോർട്സ് എൻറ്റയർലി സ്പോർട്സ് സൈക്കോളജി ഇതാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പം വെബിനാർസ്, അക്കാദമിക്കൽ സപ്പോർട്ട്, അതായത് MSc or MA സ്പോർട്സ് സൈക്കോളജി സ്റ്റുഡൻസിന്റെ ഇന്റേൺഷിപ്പ് സപ്പോർട്ട്, അതേമാതിരി അത്ലറ്റ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ മെന്റൽ ഹെൽത്ത് വെൽബീയിങ് കാര്യങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
അതേമാതിരി സ്പോർട്സ് പ്ലേയേഴ്സിന് അത്ലറ്റ്സിന് നമ്മൾ കൗൺസിലിംഗ് കാര്യങ്ങള് ഇപ്പൊ അക്കാദമിക് ബേസ് ആയിട്ട് ഇല്ലെങ്കിൽ വർക്ക്ഷോപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതിലോട്ട് കടന്നാലോ, പ്രസന്റേഷനിലോട്ട് കടന്നാലോ? വൺ മോർ തിങ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈക്ക് ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം, ഇൻ ബിറ്റ്വീൻ ഓഫ് സെക്ഷൻ അല്ലെങ്കിൽ ലാസ്റ്റ് എൻഡ് ഓഫ് ദ സെക്ഷൻ. പിന്നെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ മടി അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം. ഞാൻ സെക്ഷനിലോട്ട് കടക്കുകയാണ്. സ്ക്രീൻ കാണുന്നില്ലേ? Yes, ma'am. സോ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു സ്പോർട്സ് സൈക്കോളജി ഇൻ ഇന്ത്യ. എന്തൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സ്പോർട്സ് സൈക്കോളജിയുടെ കരിയർ, ആൻഡ് നമുക്ക് എങ്ങനെ അങ്ങോട്ട് എത്തിച്ചേരാം, ആൻഡ് എന്തൊക്കെയാണ് ഇന്ത്യയിലുള്ള സ്കോപ്പും നമുക്ക് അത് എങ്ങനെ ബിൽഡ് ചെയ്തെടുക്കുക ആസ് എ സ്പോർട്സ് സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. സോ നമുക്കറിയാം പ്യുവർ സൈക്കോളജി ബ്രാഞ്ചസ് എന്ന് പറയുന്നത് അപ്ലൈഡ് സൈക്കോളജിയിലുണ്ട്, പ്യുവർ സൈക്കോളജി ആയിട്ട് 2 ബ്രാഞ്ചസ് ഉണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ക്ലിനിക്കൽ സൈക്കോളജി, എഡ്യൂക്കേഷണൽ സൈക്കോളജി, ഇൻഡസ്ട്രിയൽ, മിലിറ്ററി അല്ലെങ്കിൽ ക്രിമിനൽ, സ്പോർട്സ്, ഫോറൻസിക്, സ്കൂൾ സൈക്കോളജി എന്നൊക്കെ പറയുന്നത് അപ്ലൈഡ് ബ്രാഞ്ചസ് ആണ് വരുന്നത്. അത് അവിടെയൊക്കെ നമുക്ക് അപ്ലിക്കേഷൻ മാത്രമേ നടക്കത്തുള്ളൂ. പ്യുവർ സൈക്കോളജി എന്ന് പറയുമ്പോഴേക്ക് ജനറൽ സാധനങ്ങളാണ് വരുന്നത്. ജനറൽ സൈക്കോളജി, അബ്നോർമൽ, എക്സ്പെരിമെന്റൽ, ഫിസിയോളജിക്കൽ സൈക്കോളജി, പാരാസൈക്കോളജി, അതൊക്കെ പ്യുവർ ഫോം ഓഫ് സൈക്കോളജിക്കൽ ആണ് വരുന്നത്. അപ്പൊ നമ്മൾ അപ്ലൈഡ്, അതായത് അപ്ലൈഡ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ അവിടെ അപ്ലിക്കേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. നമ്മൾ വെറുതെ പഠിച്ചു പോയി തിയറി പഠിച്ചു പോയാൽ മാത്രം പോരാ, അവിടെ അപ്ലിക്കേഷനും കൂടെ വേണം. അപ്പൊ അങ്ങനത്തെ ബ്രാഞ്ചസിൽ പെടുന്നതാണ് എന്ത് എന്ന് പറയുന്നത്, സ്പോർട്സ് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പം ആദ്യം തന്നെ ഞാൻ സ്കോപ്പിലൂടെ തന്നെ തുടങ്ങാം. മെയിൻ ആയിട്ട് സ്പോർട്സ് സൈക്കോളജിയുടെ സ്കോപ്പ് ഇന്ത്യയിൽ പറയുന്നത് 3 രീതിയിലാണ്. അതായത് ഒന്നെങ്കിൽ നമുക്ക് അക്കാദമിക് രീതിയിൽ, അതായത് ടീച്ചിങ് അല്ലെങ്കിൽ ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ലെക്ചർ ഓർ പ്രൊഫസർ എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ കരിയർ ബിൽഡ് ചെയ്തെടുക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റിസർച്ച് ആണ്. റിസർച്ച് എന്ന് പറയുന്നത് നമുക്ക് PhD ചെയ്തിട്ട് അതിലൂടെ റിസർച്ച് കാര്യങ്ങൾ എഗെയിൻ അക്കാദമിക് സാധനങ്ങളോട് നമുക്ക് മുന്നേറാൻ പറ്റുന്നത്. മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് എന്താ വെച്ചാല് കൺസൾട്ടിങ്, അതായത് നമുക്ക് ആസ് MA, MSc ഓർ MA കഴിഞ്ഞിട്ട് നമുക്ക് സ്പോർട്സ് സൈക്കോളജി കഴിഞ്ഞിട്ട് ഈവൻ PhD കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും നമുക്ക് അപ്ലൈഡ് ഫീൽഡിൽ നമുക്ക് സ്പോർട്സ് കൺസൾട്ടന്റ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ കറന്റ്ലി ഒരു സ്പോർട്സ് കൺസൾട്ടന്റ് സ്പോർട്സ് സൈക്കോളജിസ്റ്റ് ആണ്. കൂടെ എനിക്ക് 2 വർഷത്തോളം എനിക്ക് അപ്ലൈഡിലും അക്കാദമിക് ഫീൽഡിലും എക്സ്പീരിയൻസ് ഉണ്ട്. സോ സ്പോർട്സ് സൈക്കോളജി നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇന്ത്യയിൽ ഒരു ഗ്രാജുവലി ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് സൈക്കോളജി തന്നെ. സൈക്കോളജി തന്നെ ഒരു 2018 ഒക്കെ വരെ ഗ്രാജുവലി ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് ആയിരുന്നു. സോ അതേമാതിരി സ്പോർട്സ് സൈക്കോളജി എന്ന് പറയുന്നതും ഒരു എമേർജിംഗ് ഫീൽഡ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇപ്പോഴും. ഇപ്പം റീസെന്റ് 2024 പാരീസ് ഒളിമ്പിക്സിലെ ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്പോർട്സ് സൈക്കോളജിസ്റ്റിന്റെ നേട്ടം എന്ന് പറയാൻ. കാരണം അതിൽ മെയിൻ ആയിട്ട് വരുന്നത് എങ്ങനെയാ വെച്ചാൽ അതിൽ പല ടീമുകളുടെ ഒപ്പം, ഇപ്പൊ ഷൂട്ടിംഗ്, റൈഫല്, പിന്നെ സ്വിമ്മിംഗ് ടീമിന്റെ ഒപ്പം, അത് അത്ലറ്റിക് ടീമിന്റെ ഒക്കെ ഒപ്പം നമുക്ക് ഒളിമ്പിക്സ് ടീമിന്റെ ഒപ്പം ഇന്ത്യയിൽ ഉള്ള സ്പോർട്സ് സൈക്കോളജിസ്റ്റുകൾ കൂടെ ചെന്നിട്ടുണ്ട്. അത് സ്പോർട്സ് സൈക്കോളജിസ്റ്റിന്റെ തന്നെ വലിയൊരു അച്ചീവ്മെന്റ് ആണ്. ആ ഒരു ഗ്രൂപ്പിന്റെ തന്നെ വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പിന്നെ എന്ന് പറയുന്നത് നമ്മൾ IPL, ISL, ഇല്ല പ്രോ കബഡി ഇങ്ങനത്തെ ലീഗുകളൊക്കെ ഓരോരോ ടീമും സ്പോർട്സ് സൈക്കോളജിസ്റ്റിനെ ഹയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെയാ വെച്ചാൽ 6 monthsലോട്ട് അല്ലെങ്കിൽ 1 yearലോട്ട് അങ്ങനെ വെച്ചിട്ടാണ് ഹയർ ചെയ്യപ്പെടുന്നത്. ഓരോരോ ടീമിനും ഓരോരോ സ്പോർട്സ് സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ. എല്ലാ ടീമിനും ഉണ്ട് എന്നല്ല പറയണ, ബട്ട് ഡെവലപ്ഡ് ആയിട്ടുള്ള കുറെ ടീമുകൾക്ക് എന്തുണ്ട്, ഇങ്ങനെ സ്പോർട്സ് സൈക്കോളജിസ്റ്റുകൾ ഉണ്ട്. പിന്നെ വരുന്നത് ഖേലോ ഇന്ത്യ പ്രോഗ്രാം. ചിലവർക്കെങ്കിലും കേട്ട് പരിചയം ഉണ്ടാവും എന്താ ഖേലോ ഇന്ത്യ പ്രോഗ്രാം. ഇന്ത്യയിലെ സ്റ്റേറ്റുകൾക്ക് വെച്ചിട്ടുള്ള ഒരു സ്പോർട്സ് പ്രോഗ്രാം ആണ് ഖേലോ ഇന്ത്യ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ പറയണമെങ്കിൽ ഞാനൊരു സ്പോർട്സ് പ്ലെയർ ആണ് എന്നുള്ള, എനിക്ക് സ്പോർട്സ് ഒരു കമ്മിറ്റിയിലോ കാര്യങ്ങളിലോ അല്ല. അപ്പൊ ഓരോ സ്റ്റേറ്റിലും നല്ലോണം പെർഫോം ചെയ്യുന്ന, അത് ഓരോ ഗെയിംസിലും നല്ലോണം പെർഫോം ചെയ്യുന്ന ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് പേഴ്സണൽ ഡെവലപ്മെന്റ്, അതേമാതിരി സ്കിൽ ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ഇതാണ് ഖേലോ ഇന്ത്യ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഖേലോ ഇന്ത്യക്ക് ഓരോരോ ബ്രാഞ്ചിലും ഉണ്ടാവും, അല്ലെങ്കിൽ ഓരോരോ സ്റ്റേറ്റിലും ഉണ്ടാവും എന്ത് എന്ന് പറയുന്നത് സ്പോർട്സ് സൈക്കോളജി സപ്പോർട്ട് പറയുന്നത്. ഖേലോ ഇന്ത്യ ഒരു സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് സഹായത്തോടു കൂടി നടത്തുന്ന ഒരു പ്രോഗ്രാം ആണ്.
നെക്സ്റ്റ് പറയണത് സായി, അതായത് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. സായിക്ക് കുറെ സെന്റേഴ്സ് ഉണ്ട്. നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ടാവും, സ്പോർട്സിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ് കേട്ടിട്ടുണ്ടാവും എന്തായാലും. സായി ട്രിവാൻഡ്രം, സായി കോഴിക്കോട്, അല്ലെങ്കിൽ സായി തൃശ്ശൂർ. പിന്നെ കുറച്ചും കൂടെ ഹൈപ്പായിട്ട് കേട്ടിട്ടുണ്ടാവുക ബാംഗ്ലൂര്, പഞ്ചാബ്, അല്ലെ പട്യാല, ഡൽഹി, ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളായിരിക്കും കേട്ടിട്ടുണ്ടാവുക. അപ്പൊ ഓരോരോ സായി ഓരോരോ ഗെയിമിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഉള്ളത്. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയാണ് ഞാൻ, ബാഡ്മിന്റൺ അങ്ങനത്തെ ഗെയിമും കാര്യങ്ങളൊക്കെ സായി ബാംഗ്ലൂർ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മാറ്റിയോന്ന് എനിക്കറിയില്ല. സ്വിമ്മിങ്, സൈക്ലിംഗ് ഒക്കെ സായി ട്രിവാൻഡ്രം ആണ്. അപ്പം അങ്ങനെ ഓരോരോ ഗെയിമിനും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ സായി തന്നെ ടോപ്പ്, അതായത് ടോപ്സ് എന്ന് പറയുന്നത് നാഷണൽ ഇന്റർനാഷണൽ ഗെയിംസ് ഒക്കെ കളിക്കുന്ന ആൾക്കാരെയാണ് ടോപ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഓരോ സെന്റേഴ്സിലും ഒന്നിൽ കൂടുതൽ സ്പോർട്സ് സൈക്കോളജിസ്റ്റുകളെ നിയമിച്ചിട്ടുണ്ട്. ഇപ്പോഴും അതുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഇപ്പൊ റീസെന്റ് എന്ന് പറയാൻ പറ്റില്ല, 2022 ഒരു ബൾക്ക് ഹയറിംഗ് നടന്നത്. അന്ന് 23 വേരിയേഷൻസ് ആയിട്ട്, അത് മിനിമം സാലറി തൊട്ട് മാക്സിമം സാലറി വരെയുള്ള ഒരു ഹയറിംഗ് ആയിരുന്നു ആ സമയത്ത് നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ വരുന്നത് പ്രൈവറ്റ് അക്കാദമീസിലാണ്. അത് പ്രൈവറ്റ് അക്കാദമീസ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം, ഇപ്പം ഇതായത് നമ്മുടെ മെട്രോപൊളിറ്റൻ സിറ്റീസിൽ, അതായത് നമ്മുടെ ഹൈദരാബാദ്, ബാംഗ്ലൂർ, ചെന്നൈ, അല്ലെങ്കിൽ മുംബൈ, ഡൽഹി, അങ്ങനെയുള്ള കുറച്ച് ഏരിയാസ്, അങ്ങനത്തെ ഏരിയാസിൽ മാത്രമല്ല നമ്മളെ നാട്ടിലും കുറെയൊക്കെ അക്കാദമീസിൽ, ഫിറ്റ്നസ് സെന്റേഴ്സിൽ ഒക്കെ വെൽബീയിങ് കോച്ചായിട്ട് സ്പോർട്സ് സൈക്കോളജിസ്റ്റുകൾ വന്ന് തുടങ്ങുന്നുണ്ട് ഇപ്പൊ. പിന്നെ വരുന്നത് എന്താ വെച്ചാല് നമ്മുടെ ഇ സ്പോർട്സ്, അതൊരു എമേർജിങ് കണ്ടന്റ് ആയിട്ട് വേണമെങ്കിൽ പറയാം. എന്താണ് ഇരുന്നോണ്ട് കളിക്കുന്ന ഒരു കളിയാ അല്ലേ? നമ്മൾ മിക്ക ആൾക്കാരും ഇരുന്നിട്ട് അല്ലെങ്കിൽ നമ്മൾ കടന്നിട്ടൊക്കെ കളിക്കുന്ന മിക്ക ഗെയിംസ് ഉണ്ടാവുക. അവിടെ എന്താണ് സ്പോർട്സ് സൈക്കോളജിസ്റ്റിന്റെ വേതനം ആവശ്യം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റൂല. പക്ഷെ പല രീതിയിൽ വരുന്നുണ്ട്. അതിന് ഇന്നും റിസർച്ചുകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ കോപ്പറേറ്റീവ് വെൽനസ്, മിലിറ്ററി ട്രെയിനിങ്, സ്കൂൾ, കോളേജസ്, ആ ഒരു ബേസിലുള്ള സ്പോർട്സ് സൈക്കോളജി സപ്പോർട്ടുകളും ഡെവലപ്പ് ആവുന്നുണ്ട്. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് എത്തി നോക്കേണ്ട ഒരു ഇതെന്താ, എന്തുകൊണ്ട് നമ്മൾ സ്പോർട്സ് സൈക്കോളജി തിരഞ്ഞെടുക്കണം എന്നുള്ളത്. അവിടെ നമ്മൾ പൈസ കൊടുത്ത് പഠിക്കുന്നത് മാത്രമല്ല, നമുക്ക് ഇങ്ങോട്ട് ഒരു സ്പോർട്സ് സൈക്കോളജിസ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ നമുക്കൊരു ഇൻകം ഉണ്ടാക്കുക എന്നുള്ളതാണ് അടുത്തൊരു പോയിന്റ് വരുന്നത്. നമുക്കൊരു MSc സ്പോർട്സ് സൈക്കോളജി കഴിഞ്ഞ, ഒരു MSc കൺസൾട്ടന്റ് സ്പോർട്സ് സൈക്കോളജിസ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താ വെച്ചാല്, നമുക്കൊരു മിനിമം സാലറി എന്ന് പറയുന്നത് 4 to 8 lakh per annum ആണ്. അത് നമുക്ക് എന്തായാലും കിട്ടും ആ ഒരു സാലറി എന്ന് പറയുന്നത്. കാരണം എമർജിങ് ഫീൽഡും കൂടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സാലറി ഉറപ്പായിട്ടും കിട്ടും. ഇനി ഈവൻ നമുക്ക് എക്സ്പീരിയൻസ് ആയി പ്രൊഫഷണൽ ഇതിലോട്ട് കടക്കുകയാണെങ്കിൽ നമുക്ക് ഓഫ്കോഴ്സ് ഒരു 15 to 30+ lakhs per annum എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടാവുന്നതാണ് നമ്മുടെ വർക്ക് അനുസരിച്ചിട്ട്. അതേമാതിരി തന്നെ ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് അത്രയും ടാലന്റഡ് ആയിട്ടുള്ള കുറെ അത്ലറ്റ്സിനെ മീറ്റ് ചെയ്യാനും, കുറെ പ്രൊഫഷണൽ അത്ലറ്റ്സ് മാത്രമല്ല, അത്രയും പ്രൗഡ്ഫുള്ളി നമുക്ക് പറയാൻ പറ്റുന്ന കുറെ കോച്ചസിനെയും നമുക്ക് കുറെ സ്പോർട്സ് പ്രൊഫഷണൽസിനെയും കണ്ടു അറിഞ്ഞ് നമുക്ക് എന്താക്കാൻ പറ്റും, മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ഫീൽഡാണ്. അതാണ് ടോട്ടലി എന്ന് പറയുന്നത് സ്പോർട്സ് സൈക്കോളജിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. ഈ സ്പോർട്സ് സൈക്കോളജി സെലക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് രണ്ട് കൈൻഡ് ഓഫ്, നിങ്ങൾ ചിലപ്പം ഈ CUT-ന്റെ ഇത് അപ്ലിക്കേഷൻ ഒക്കെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, MA സ്പോർട്സ് സൈക്കോളജി അല്ലെങ്കിൽ MSc സ്പോർട്സ് സൈക്കോളജി, പിന്നെ MSc സ്പോർട്സ് ആൻഡ് എക്സസൈസ് സൈക്കോളജി എന്ന് പറഞ്ഞിട്ടൊരു സാധനം കാണാം. ഈ MAയും അല്ലെങ്കിൽ MSc or MSc സ്പോർട്സ് ആൻഡ് എക്സസൈസ് സൈക്കോളജി രണ്ടും രണ്ട് ഇതാണ്. കാരണം വലിയ ഡിഫറൻറ്റും കാര്യങ്ങളൊന്നുമില്ല. ചില കോളേജുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് എക്സസൈസ് സൈക്കോളജി ആണ്, ചില കോളേജുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് സ്പോർട്സ് സൈക്കോളജി ആണ്. ഇപ്പൊ എക്സസൈസ് സൈക്കോളജി എന്ന് പറയുമ്പോൾ, സ്പോർട്സ് ആൻഡ് എക്സസൈസ് സൈക്കോളജി എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഈ എക്സസൈസ് ക്ലയൻസിനെ, റീഹാബിലിറ്റേഷൻ ക്ലയൻസിനെ കൂടെ നമുക്ക് നമ്മൾ പഠിക്കുന്നതിനൊപ്പം നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. MA or MSc സ്പോർട്സ് സൈക്കോളജി പഠിക്കുന്ന സമയത്താണ് നമുക്ക് ടീംസിന്റെ ഒപ്പം അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് അത്ലറ്റ്സിന്റെ ഒപ്പം ആയിരിക്കും നമുക്ക് കുറച്ചും കൂടെ എന്താണ് ഡീൽ ചെയ്യാൻ പറ്റുന്നത്. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് വരുന്നത്. ഈ സ്പോർട്സ് സൈക്കോളജി സെലക്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താ, സ്പോർട്സ് സയൻസ് സപ്പോർട്ടിനെ പറ്റിയിട്ടാ. ഇപ്പൊ സ്പോർട്സ് സയൻസ് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ ചിലവർ കേട്ടിട്ടുണ്ടാവും ഫിസിയോതെറാപ്പി. നോർമൽ ഫിസിയോതെറാപ്പി മാത്രമല്ല, ഇപ്പൊ സ്പോർട്സ് സൈക്കോളജി പഠിക്കുന്ന മാതിരി തന്നെ സ്പോർട്സ് ഫിസിയോതെറാപ്പി ഉണ്ട്, സ്പോർട്സ് മെഡിസിൻ ഉണ്ട്, സ്പോർട്സ് ബയോകെമിസ്ട്രി ഉണ്ട്, സ്പോർട്സ് മസാജർ, അതേമാതിരി സ്പോർട്സ് ഫിസിയോളജി, സ്പോർട്സ് ന്യൂട്രീഷൻ, സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ്. പിന്നെ ജിമ്മും കാര്യങ്ങളൊക്കെ അറിയുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും. സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. ആന്ത്രോപോമെട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീൽഡ് ഉണ്ട്.
ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇതൊക്കെ ഒരു സബ്ജക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു യൂണിറ്റ് ആയിട്ടെങ്കിലും നമ്മൾ പഠിക്കേണ്ടി വരും. സ്പോർട്സ് സൈക്കോളജി സബ്ജക്റ്റ് ആയിട്ട് MSc എടുക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഇതിന്റെയൊക്കെ ബേസിക് നോളജ് വേണം. ഈവൻ ഇനി ഞങ്ങൾ അപ്ലൈഡ് ഫീൽഡിലോട്ട് ഇറങ്ങും. നമ്മളിപ്പോ അപ്ലൈഡ് ഫീൽഡിലോട്ട് ഇറങ്ങുക MScയുടെ നമ്മൾ സ്പോർട്സ് സൈക്കോളജി MSc കഴിഞ്ഞു നമ്മൾ അപ്ലൈഡ് ഫീൽഡിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ഇവരൊക്കെ സഹായം നമുക്ക് വേണ്ടി വരും. നമുക്കൊക്കെ കേസുകൾ റെഫർ ചെയ്ത് തരുന്നത് ഈ പറഞ്ഞ സ്പോർട്സ് സയൻസ് സപ്പോർട്ടിലുള്ള ആരെങ്കിലും ഒരാളായിരിക്കും. ഇപ്പം നമ്മളൊരു നോർമൽ ആയിട്ട് നമുക്ക് വന്നുകൊണ്ടിരുന്ന കേസുകൾ എങ്ങനെയാ വെച്ചാല് ഇപ്പൊ ഒരു വ്യക്തി അതായത് ഒരു അത്ലറ്റ് ഒരു ഇഞ്ചുറി ആയിട്ട് ഒരു ഡോക്ടറെ കാണിക്കാൻ വന്നു, സ്പോർട്സ് മെഡിസിൻ ഡോക്ടറെ കാണിക്കാൻ വന്നു. ആ ഡോക്ടറാണ് ഇയാൾക്ക് ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ ഹീൽ ആയി കഴിഞ്ഞു, പക്ഷെ എന്താണെന്നറിയില്ല ഒരു മെന്റൽ ബ്ലോക്ക് ഉണ്ട്. ആ മെന്റൽ ബ്ലോക്ക് റിയലൈസ് ചെയ്ത് അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് എഗെയിൻ അടുത്തത് സ്പോർട്സ് സൈക്കോളജിസ്റ്റിന്റെ അടുത്തോട്ടാണ് വിടുന്നത്. ഇപ്പം ഇതേമാതിരി ഇപ്പൊ ഈ ന്യൂട്രീഷന്റെ സപ്പോർട്ട് എങ്ങനെയാ വരുന്നത് വെച്ചാല് സ്പോർട്സ് സൈക്കോളജിസ്റ്റ് മേ ബി ന്യൂട്രീഷന് റെഫർ ചെയ്ത് വിടും, ഇല്ലെങ്കിൽ ന്യൂട്രീഷനിസ്റ്റ് സ്പോർട്സ് സൈക്കോളജിസ്റ്റിനെ റെഫർ ചെയ്ത് വിടും. എല്ലാം ഒരു മെന്റൽ കണക്ഷനും കൂടെ അവിടെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്പോർട്സ് സയൻസിന്റെ സപ്പോർട്ട് നമുക്ക് എന്താണ് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. ഇനി അടുത്തതിലോട്ട് പോകുന്നത് ടോപ്പ് കോളേജുകളാണ്. ഏതൊക്കെയാണ് മോസ്റ്റ് ടോപ്പിൽ നിൽക്കുന്ന കോളേജുകൾ? 7 to 6 to 7 കോളേജുകൾ മാത്രമേ ഇപ്പം സ്പോർട്സ് സൈക്കോളജിക്ക് എന്ത് കൊടുക്കുന്നുള്ളൂ, അഡ്മിഷൻ കൊടുക്കുന്നുള്ളൂ, അതിൽ ഓപ്പൺ ആയിട്ടുള്ളൂ ഇന്ത്യയിൽ. ഒന്ന് ലക്ഷ്മിബായ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആണ്. അത് LNIPE എന്ന് പറയും. കുറേ പഴക്കമുള്ള ഒരു കോളേജാണ്. അത്രയും ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് അല്ലെങ്കിൽ BPEd MPEd ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ പാസ് ഔട്ട് ആയിട്ടുള്ള ഒരു കോളേജാണ്. പിന്നെ നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റി സ്പെസിഫിക് ആയിട്ട് സ്പോർട്സിന് വേണ്ടി മാത്രം, സ്പോർട്സ് പ്ലേയേഴ്സിന് വേണ്ടി എന്ന് തന്നെ പറയാം, അങ്ങനെ ബിൽഡപ്പ് ആയിട്ടുള്ള ഒരു NSU എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനമാണ്. പിന്നെ പറയുന്നത് ശ്രീരാമചന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. അത് എന്ന് പറയുന്നത് ശ്രീഹർ എന്നാണ് ഷോർട്ടിൽ വിളിക്കുക. ശ്രീഹർ ഇതേപോലെ പറയുന്ന പോലെ ഒരു ബൾക്ക് ഓഫ് എന്താ പറയാ സ്പോർട്സ് ആൻഡ് സപ്പോർട്ട് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ CUT വരുന്ന വേറൊരു കോളേജാണ്. ഇപ്പൊ കർണാടക തമിഴ്നാട് ഒക്കെ പോലെ തന്നെ രാജസ്ഥാൻ 2018 തൊട്ടിട്ട് വന്നൊരു കോളേജാണ്. പിന്നെ SRM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. അത് എന്ന് പറയുന്നത് ഇപ്പൊ റീസെന്റ് ആയിട്ട് സ്പോർട്സ് സൈക്കോളജി ഇൻട്രൊഡ്യൂസ് ചെയ്ത കോളേജാണ്. ബട്ട് ക്ലിനിക്കൽ സൈക്കോളജി, അതർ ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജി നല്ലോണം പോകുന്ന ഒരു കോളേജും കൂടിയാണ്. പിന്നെ ഗുരുനാനക് ദേവ് യൂണിവേഴ്സിറ്റി, അത് പഞ്ചാബിലാണ്, GNDU എന്ന് പറയും. പിന്നെ ഇതേമാതിരി ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വന്ന ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു തമിഴ്നാട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്പോർട്സ് യൂണിവേഴ്സിറ്റി. അവിടെ ഇതേ പറയുന്ന പോലെ സ്പോർട്സ് സൈക്കോളജി കോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓരോരോ കോളേജുകളായിട്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പോവാം. അപ്പൊ ആദ്യം തന്നെ പറയുന്നത് ലക്ഷ്മിബായ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആണ്. ഇത് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള 2012 ഇപ്പം ഇന്ത്യയിലുള്ള അത്യാവശ്യം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സ്പോർട്സ് സൈക്കോളജിസ്റ്റുകളൊക്കെ ഈ ഒരു കോളേജിൽ നിന്നായിരിക്കും മേ ബി, അല്ലെങ്കിൽ ഇവിടുന്ന് അല്ലെങ്കിൽ ഗുരുനാനാക്കിൽ നിന്നായിരിക്കും പഠിച്ചിറങ്ങിയിട്ടുണ്ടാവുക. ഇവിടെ ഈ പറയുന്ന പോലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പോർട്സ് സൈക്കോളജി ആണ്. ഡ്യൂറേഷൻ ഓഫ് കോഴ്സ് ആസ് നോർമൽ MSc ചെയ്യുന്ന പോലെ തന്നെ 2 കൊല്ലാണ്, 4 സെമസ്റ്റർ ആയിട്ട്. സീറ്റുകൾ എന്ന് പറയുന്നത് 15 to 20 സീറ്റുകളാണ് ലിമിറ്റഡ് ആയിട്ട് വരുന്നത്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ നമുക്ക് ഡിഗ്രി വേണം. ഡിഗ്രി എന്ന് പറയുന്നത് either ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഓർ സൈക്കോളജി ആണ് പ്രിഫറൻസ് കൊടുക്കുന്നത്. പിന്നെ മാർക്ക് ബേസിസ് പറയുകയാണെങ്കിൽ 50% ആണ് അക്കോർഡിംഗ് ടു ഗവൺമെന്റ് റൂൾസ് വെച്ചിട്ടുള്ള അഡ്മിഷൻ ക്രൈറ്റീരിയ ആണ്. അഡീഷണൽ പ്രിഫറൻസ് എന്ന് പറയുന്നത് സ്പോർട്സിൽ എന്തെങ്കിലും പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇന്റർ കോളേജ്, സ്റ്റേറ്റ്, നാഷണൽ, അങ്ങനത്തെ വെയിറ്റേജ് ഉള്ള ഏതെങ്കിലും കാറ്റഗറിയിലാണെങ്കിൽ നമുക്ക് അവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെക്കഗ്നൈസേഷനും കൂടെ അവിടെ കിട്ടും. ഫീസ് അപ്രോക്സിമേറ്റ്ലി വരുന്നത് നമ്മുടെ 50,000 തൊട്ടിട്ട് 1 ലക്ഷത്തിന്റെ അടുത്താണ്. ഈ ഹോസ്റ്റൽ ഫീസും കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് ആണ്. നമ്മുടെ CUT-യുടെ അതായത് കോമൺ എൻട്രൻസ് എക്സാമിന്റെ ഇതിലൂടെയാണ് നമുക്ക് ഇതിന്റെ അകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അടുത്ത യൂണിവേഴ്സിറ്റി പറയുന്നത് നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റി ആണ്. മണിപ്പൂർ ആണ് ഇതുള്ളത്. അപ്പം വൺ ഓഫ് ദ ഫേമസ് യൂണിവേഴ്സിറ്റി ആണ് ഇത് എന്ന് പറയുന്നത്. ഇതേമാതിരി 2018 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. 20 സീറ്റാണ് ഇവിടെ വരുന്നത്. മെയിൻ ആയിട്ട് ഈ എലിജിബിലിറ്റി ക്രൈറ്റീരിയ LNIP-യുടെ പറഞ്ഞതുപോലെ തന്നെ BPEd ഒരു സൈക്കോളജി ആണ്, ബാച്ചിലേഴ്സ് ഇൻ സൈക്കോളജി. പിന്നെ വരുന്നത് 50% മാർക്കാണ്. പിന്നെ
ഏതെങ്കിലും ഒരു സ്പോർട്സിൽ നിർബന്ധമായിട്ടും എന്ത് വേണം, നാഷണൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവൽ പാർട്ടിസിപ്പേഷന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതൊരു അഡീഷണൽ മാത്രമല്ല, അതൊരു പ്ലസ് പോയിന്റും കൂടി അവിടെ. കാരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ അഡ്മിഷൻ കിട്ടുള്ളൂ. അപ്പൊ അത്രയും ആൾക്കാർ അവിടെ അഡ്മിഷന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഓരോ ഇയറിലും. പിന്നെ വരുന്നത് ഇവിടുത്തെ ഒരു ഫീസ് റൗണ്ട് എന്ന് പറഞ്ഞാൽ 80,000 തൊട്ടിട്ട് 1 ലക്ഷം വരെ. ഹോസ്റ്റൽ ഫീസും കാര്യങ്ങളൊക്കെ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ളതാണ്. ഇവിടെ നമുക്ക് സീറ്റ് കിട്ടാൻ നമുക്കൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കൊരു സ്പോർട്സിന്റെ ഉള്ളിൽ നമ്മൾ പറയില്ല, ഒരു സ്പോർട്സ് ബയോ ബബിളിന്റെ ഉള്ളിൽ നമുക്ക് ജീവിക്കാം. എല്ലാ കൈൻഡ് ഓഫ് സ്പോർട്സിനെ പറ്റി നമുക്ക് അറിയാൻ പറ്റും. എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവിടെ, നമുക്ക് ഇഷ്ടംപോലെ ക്ലയൻസിനെ കിട്ടി തുടങ്ങും. അങ്ങനത്തെ ഒരു ജീവിത രീതിയിലോട്ട് നമുക്ക് മാറാൻ പറ്റും. എല്ലാ കൈൻഡ് ഓഫ് സ്പോർട്സും നമുക്ക് അവിടെ അറിയാൻ പറ്റും. അതാണ് ഈ ഒരു NSUയുടെ പ്രത്യേകത. സ്കോളർഷിപ്സ് ഉണ്ട്, ഇപ്പം മെറിറ്റ് അച്ചീവ്മെന്റ്സും ഉണ്ട്, സ്പോർട്സ് അച്ചീവ്മെന്റ്സിനും നമുക്ക് അവിടെ സ്കോളർഷിപ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു റിട്ടൺ എൻട്രൻസ് എക്സാം ആണ്. പിന്നെ ഈ സ്പോർട്സ് പ്ലേയേഴ്സ് ആണെങ്കിൽ അവിടെ ഫിസിക്കൽ ഫിറ്റ്നസിന്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു ഇന്റർവ്യൂ പോലത്തെ ഒരു ഇതിലോട്ടാണ് അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് വരുന്നത്. പിന്നെ ശ്രീഹർ, അതായത് ശ്രീ രാമചന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, ഇപ്പം ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ഫേമസ് സ്പോർട്സ് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള പ്രൊഫസർ ജോളി റോയ് മാം ലീഡ് ചെയ്യുന്ന ഒരു സ്പോർട്സ് സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് ശ്രീഹറിലുള്ളത്. ഈ പറയുന്ന പോലെ 2 കൊല്ലത്തെ ഇതാണ്. മിനിമം 4 സെമസ്റ്റേഴ്സ് തന്നെ. സെമസ്റ്റേഴ്സിന് വ്യത്യാസം വരാൻ കാരണം എന്താ വെച്ചാൽ 4ാമത്തെ സെമസ്റ്റർ അവിടെ ഫുൾ ഇന്റേൺഷിപ്പ് ആ വരുന്നത്. അതായത് അവിടെ ഒരു തിയറി പ്രാക്ടിക്കലും കാര്യങ്ങളൊന്നുമില്ല. 3rd സെമസ്റ്റർ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഓരോരോ ടീമിന്റെ ഉള്ളിലായിരിക്കും ഉണ്ടാവുക സ്പോർട്സ് സൈക്കോളജിസ്റ്റ് ആയിട്ട്. പിന്നെ ആ ടീമിന്റെ വർക്ക് കാര്യങ്ങളായിട്ട് നിങ്ങൾ 3ാമത്തെ സെമസ്റ്റർ കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഹാഫ് അല്ല, ഒരു മുക്കാൽ സ്പോർട്സ് സൈക്കോളജിസ്റ്റ് ആയി എന്നുള്ള കൺസിഡർ ചെയ്യാം. 15 സീറ്റ് ആണുള്ളത്. 15 + 5 എന്ന് പറയുന്നത് 5 ഇന്റർനാഷണൽ സീറ്റ്സ് ആണുള്ളത്. കാരണം അതൊരു ഇന്റർനാഷണൽ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആയിട്ടാണ്, DU ആണത്. അതുകൊണ്ട് തന്നെ അവിടെ കാണുന്നത് എൻട്രൻസ് എക്സാമും കാര്യങ്ങളെല്ലാം ഒരു ഇന്റർവ്യൂസ് ആണ് ഉണ്ടാവുക. അപ്ലിക്കേഷൻ ഏകദേശം ഒരു മെയ് അല്ല, മാർച്ച് കഴിഞ്ഞാൽ തന്നെ സ്റ്റാർട്ട് ആവുന്ന തോന്നുന്നു. ഒരു ജൂലൈ സമയത്താണ് അവരുടെ ഇന്റർവ്യൂ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഒരു ഇനിയിപ്പം എലിജിബിലിറ്റി ക്രൈറ്റീരിയ, അതായത് അഡ്മിഷന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒരു നിങ്ങളൊരു BSc സൈക്കോളജി സ്റ്റുഡന്റ് ആണോ, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷനോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈക്കോളജി ആയി ബന്ധപ്പെട്ട് ഇപ്പൊ ട്രിപ്പിൾ മെയിൻ ഒക്കെ നമുക്ക് വരുന്നുണ്ടല്ലോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഫിസിയോളജി, ഇംഗ്ലീഷ്, സൈക്കോളജി എന്നൊക്കെ പറഞ്ഞ രീതിയിൽ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിന്റെ അകത്ത് ഒരു ട്രിപ്പിൾ മെയിനിൽ ഒന്ന് സൈക്കോളജി വന്നാൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടും. ആ ഒരു രീതിയിലാണ് വരുന്നത്. ഫീസ് കുറച്ച് ഹൈ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ആണ്. ഒരു ആനുവൽ ഫീസ് എന്ന് പറയുന്നത് ഒരു 2 ലക്ഷത്തിന്റെ അടുത്ത് ഇത് വരുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് സ്കോളർഷിപ്സും കാര്യങ്ങളൊക്കെ അവിടെയും പ്രൊവൈഡഡ് ആണ്. അടുത്തത് ശിവരാജ് ആണ്. ഞാനടക്കം പഠിച്ച് ഇപ്പം എന്റെ ജൂനിയേഴ്സ് അടക്കം എനിക്ക് തോന്നുന്നു ഒരു 100ന്റെ അടുത്ത ആൾക്കാർ അവിടുന്ന് പാസ് ഔട്ട് ആയിട്ടുണ്ട്. രാജസ്ഥാൻ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ. അപ്പൊ അവിടെ ഒരു 30 സീറ്റ് ആണ് ഇപ്പൊ കറന്റ്ലി ഉള്ളത്. 4 സെമസ്റ്റേഴ്സ് തന്നെയാണ്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ ബാച്ചിലേഴ്സ് ഇൻ ഇത് തന്നെയാണ്, സൈക്കോളജി തന്നെയാണ്. അതേമാതിരി ട്രിപ്പിൾ മെയിനിൽ സൈക്കോളജി സബ്ജക്ട് വരുന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു പ്ലസ് പോയിന്റ് ആണ്. മിനിമം മാർക്ക് എന്ന് പറയുന്നത് 50% തന്നെയാണ്. ഫീസ് എന്ന് പറയുന്നത് 20,000 തൊട്ട് 50,000 ആണ് ഇയർലി ഫീസ് എന്ന് പറയുന്നത്. ഹോസ്റ്റൽ ഫീസും ബാക്കി എല്ലാ മെസ് ഫീസ് കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് തന്നെയായിരിക്കും. പിന്നെ അഡ്മിഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് CUTന്റെ കോമൺ എൻട്രൻസ് എക്സാം തന്നെയാണ്. സ്കോളർഷിപ്സ് ഉണ്ട്, സ്പോർട്സ് അച്ചീവ്മെന്റ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കോളർഷിപ്സ് അപ്ലൈ ചെയ്യാം. ഇനി അല്ല, സ്പോർട്സ് അച്ചീവ്മെന്റ്സിന് സെപ്പറേറ്റ് ആയിട്ടുള്ള അവിടെ സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ആയിട്ടുണ്ട്. അപ്പൊ അതും നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് ഈ നെക്സ്റ്റ് ഇയർ തൊട്ടിട്ട് SRM യൂണിവേഴ്സിറ്റി, അതായത് SRM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. അത് എന്ന് പറയുന്നത് ക്ലിനിക്കൽ സൈക്കോളജിക്ക് പേരെടുത്തൊരു യൂണിവേഴ്സിറ്റി ആണ്. ഈ ഇയർ തൊട്ടിട്ട് MSc സ്പോർട്സ് ആൻഡ് എക്സസൈസ് സൈക്കോളജി സ്റ്റാർട്ട് ചെയ്യുന്നിട്ടുണ്ട്. ഇപ്പം 5 സീറ്റാണ് കറന്റ്ലി അവിടെ അവൈലബിൾ ആയിട്ട് കാണിച്ചിട്ടുള്ളത്. ഇനി ഡീറ്റെയിൽസ് അറിയില്ല, ഒന്നും കൂടെ ചെക്ക് ചെയ്താൽ മാത്രമേ ഇനി കൂടുതൽ സീറ്റും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയില്ല. BSc സൈക്കോളജി ആണ് മെയിൻ ആയിട്ട് അവിടെ ഇതുള്ളത്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് വരുന്നത്. അപ്ലൈഡ് സൈക്കോളജി, കൗൺസിലിംഗ് സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജി ഒക്കെ കഴിഞ്ഞവർക്കും ഈ ഒരു കോഴ്സ് ചെയ്യാന്നാണ് അവരുടെ വെബ്സൈറ്റിൽ കാണിച്ചിട്ടുള്ളത്. ഓൺലൈൻ എക്സാം, എൻട്രൻസ് എക്സാം ആൻഡ് ഇന്റർവ്യൂ ബേസ്ഡ് ആണ് അവർ അഡ്മിഷൻ ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ വരുന്നത്. ആനുവൽ ഫീസ് ഒരു 1 lakhന്റെ അടുത്താണ് വെബ്സൈറ്റിൽ കാണിക്കുന്നത്. 2 lakhന്റെ അടുത്താണ് അവരുടെ വെബ്സൈറ്റിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ വൺ ഓഫ് ഓൾഡസ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയാം GNDU, ഗുരുനാനക് ദേവ് യൂണിവേഴ്സിറ്റി ആണ്. അമൃത്സറിലാണ് ഉള്ളത്, പഞ്ചാബില്.
അപ്പം അവിടെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്പോർട്സ് ഇഷ്ടമാണോ, നിങ്ങൾക്ക് കുറച്ച് സ്പോർട്സും സൈക്കോളജി ഒരുമിച്ച് കൊണ്ടുപോകണോ, പിന്നെ സൈക്കോളജിനെക്കാട്ടിയും കൂടുതൽ കുറച്ച് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് വൺ ഓഫ് ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ് GNTU എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ടീച്ചേഴ്സ് ആരൊക്കെയാ ഉള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല. എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സൈക്കോളജി ആണ്, അല്ലെങ്കിൽ ആർട്സിൽ ഒരു ആർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സൈക്കോളജി സബ്ജക്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടും. എൻട്രൻസ് എക്സാം തന്നെയാണ് അവിടെയും വരുന്നത്, അഡ്മിഷനും കാര്യങ്ങളൊക്കെ. പിന്നെ ടോട്ടൽ ഫീസ് ആനുവൽ എന്ന് പറയുന്നത് ഒരു 25,000 തൊട്ടിട്ട് ഒരു 30,000 വരെയാണ് ഒരു പെർ ആനുവൽ ഫീസ് എന്നുള്ള രീതിയിൽ GNTU എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ജെയിൻ യൂണിവേഴ്സിറ്റിനെ പറ്റി ഞാൻ പറയാം, ഒരു മിനിറ്റ് അതൊന്ന് തീർത്തിട്ട് ഞാൻ പറഞ്ഞുതരാം. പിന്നെ വരുന്നത് തമിഴ്നാടു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ് യൂണിവേഴ്സിറ്റി. ബാക്കി എല്ലാ യൂണിവേഴ്സിറ്റിനെക്കാട്ടി ഈ യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കുന്ന കോഴ്സ് ഒന്ന് ശ്രദ്ധിക്കണം. MSc സ്പോർട്സ് സൈക്കോളജി ആൻഡ് സോഷ്യോളജി ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം MSc സ്പോർട്സ് സൈക്കോളജി ആൻഡ് സോഷ്യോളജി, അതായത് സോഷ്യോളജി എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റും കൊടുക്കുന്നുണ്ട്. ഇവർക്ക് തന്നെ BSc സ്പോർട്സ് സൈക്കോളജിന്റെ ഒരു കോഴ്സ് ഉണ്ട്, BSc സ്പോർട്സ് സൈക്കോളജി ആൻഡ് സോഷ്യോളജി എന്ന് പറഞ്ഞ ഒരു കോഴ്സ് ഉണ്ട്. അപ്പൊ ലിമിറ്റഡ് സീറ്റ്സ് ആണ്, 10 തൊട്ടിട്ട് 20 സീറ്റുകൾ മാത്രമേ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഇവർക്ക് PhD ഉണ്ട് സ്പോർട്സ് സൈക്കോളജി ആൻഡ് സോഷ്യോളജി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മള് സോഷ്യോളജിയുടെ ഒരു കമ്പോണന്റ് കൂടെ നമ്മൾ ഇതിൽ പഠിക്കേണ്ടി വരും കൂടുതലായിട്ട്. അതിനാണ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ B+ യൂണിവേഴ്സിറ്റി ആണെന്ന് തോന്നുന്നത്. അപ്പം ഇവിടെയും എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 50+ മാർക്സ് ആണ് വരുന്നത്. അഡ്മിഷൻ എന്ന് പറയുന്നത് ഓൺലൈൻ അഡ്മിഷൻ തന്നെയാണ്, അതായത് ഇവരുടെ വെബ്സൈറ്റ് വഴി എൻട്രൻസ് എക്സാമും കാര്യങ്ങളും രജിസ്റ്റർ ചെയ്തിട്ടുള്ള അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ആണ് വരുന്നത്. ആപ്ലിക്കേഷൻ ഓൺലൈൻ ത്രൂ ഇവരുടെ സൈറ്റിൽ ഉണ്ടാവും. ഒരു 10,000 തൊട്ടിട്ട് 35 വരെയാണ് ഇവരുടെ ഫീസ് കണ്ടിട്ടുള്ളത്. സ്കോളർഷിപ്സ് അവൈലബിൾ ആണ്. പിന്നെ ഇപ്പൊ നാഷണൽ ലെവൽ, ഇന്റർനാഷണൽ ലെവലൊക്കെ നിങ്ങൾക്ക് സ്പോർട്സ് പാർട്ടിസിപ്പേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ തമിഴ്നാട് യൂണിവേഴ്സിറ്റി നല്ല സ്കോളർഷിപ്സും കാര്യങ്ങളൊക്കെ തമിഴ്നാട് ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്നതിലാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത് കോളേജുകളെ ഇന്ത്യയിൽ ഇപ്പം കൊടുക്കുന്ന സ്പോർട്സ് സൈക്കോളജി കോഴ്സ് കൊടുക്കുന്ന കുറച്ച് കോളേജുകളുടെ കൊടുത്തിട്ടുള്ള. ഇപ്പൊ ഒരാൾ ജെയിൻ യൂണിവേഴ്സിറ്റിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജെയിൻ യൂണിവേഴ്സിറ്റി MSc സ്പോർട്സ് സൈക്കോളജി 2 കൊല്ലത്തെ കോഴ്സ് അല്ല കൊടുക്കുന്നത്, അതൊരു ഡിപ്ലോമ കോഴ്സാണ്. ഡിപ്ലോമ കോഴ്സുകൾ കൊടുക്കുന്ന കുറെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇപ്പൊ ബാംഗ്ലൂർ ജെയിൻ യൂണിവേഴ്സിറ്റി ഉണ്ട്, പിന്നെ നമ്മുടെ സായി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സായി പ്രൊവൈഡ് ചെയ്യുന്നത് 1 ഇയർ ഡിപ്ലോമയാണ്. അപ്പൊ അതേമാതിരി ഡിപ്ലോമ കോഴ്സാണ് ആര് ചെയ്യുന്നത്, സായും ജെയിൻ യൂണിവേഴ്സിറ്റി ഒക്കെ കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസും കാര്യങ്ങളോ ഡൗട്ടും കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ചോദിക്കാവുന്ന. നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് സ്പോർട്സ് സൈക്കോളജി ലൈസൻസിങ് ഉണ്ട്. ഇന്ത്യയിൽ ലൈസൻസിങ് അല്ല, നമുക്ക് ഇന്റർനാഷണൽ ലൈസൻസിങ് ആണ് സ്പോർട്സ് സൈക്കോളജിയിൽ വേണ്ടത്. അത് ഇന്റർനാഷണൽ ലൈസൻസിങ് എന്ന് പറയുന്നത് ISSRന്റെ രജിസ്ട്രി ആണ് നമുക്ക് ലൈസൻസിങ് ആയിട്ട് വേണ്ടത്. അതിന് നമുക്ക് മിനിമം 3 ഇയർ എക്സ്പീരിയൻസ് ആദ്യം വേണം സ്പോർട്സ് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ട്. അത് കഴിഞ്ഞ് നമുക്കൊരു ഗൈഡിൽ, അതായത് നമുക്ക് ഈ ഇന്റർനാഷണൽ ബോഡി രജിസ്ട്രി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ നമുക്ക് ഗൈഡ് ആയി നിന്നിട്ട് ആ പേഴ്സന്റെ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് രജിസ്ട്രേഷൻ നമുക്ക് നടത്താവുന്നതാണ്. സ്പോർട്സ് സൈക്കോളജി ഇന്റേൺഷിപ്പ് MSc സൈക്കോളജി ചെയ്യുന്നതിലൂടെ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സ്പോർട്സ് സൈക്കോളജി എന്ന് പറയുന്നത് എമർജിങ് ഫീൽഡാണ്. നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പോൾ ചെയ്യുന്നതോട് കൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം അത് ഡെവലപ്പ് ആവുന്ന ഒരു ഫീൽഡാണെന്ന്. അതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് MSc സൈക്കോളജി ചെയ്യുന്നതുകൊണ്ട് കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ആ ഒരു ഫീൽഡ് മാത്രമേ നിങ്ങൾക്ക് ഇതാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് MSc പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ
കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അത് എത്രത്തോളം ഡിഫറെന്റ് ആണ് എന്നുള്ളത്. സ്കോപ്പ് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ബൈ അക്കാദമിക് അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് നോക്കുന്ന സമയത്ത് അതോടെ ഒരു ലാക്ക് ആയിട്ട് തോന്നാം. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ മൈക്ക് ഓപ്പൺ ആയിട്ട് ചോദിക്കുക, കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇതേ പറഞ്ഞ പോലെ ഇപ്പൊ ജെയിൻ യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ കൊടുക്കുന്ന പോലെ PG ഡിപ്ലോമ ഇൻ സ്പോർട്സ് സൈക്കോളജി പല യൂണിവേഴ്സിറ്റീസും പല 3 months കോഴ്സുകളായിട്ടും ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഇത് എന്ന് പറയുന്നത്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ? ഓഫ് കോഴ്സ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഞാനൊക്കെ പഠിച്ചിറങ്ങിയ സമയത്ത് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ജോബ് കിട്ടാൻ വേണ്ടിയിട്ട്. അക്കാദമീസിലും കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് നടന്നിട്ടുണ്ട്. അവയർനെസ്, അതായത് നമുക്കിപ്പോ സ്പോർട്സ് ആൻഡ് സപ്പോർട്ടിന്റെയോ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് സൈക്കോളജിസ്റ്റിന്റെ ആവശ്യകത പല ആൾക്കാർക്കും അറിയൂല. അപ്പം അതിന്റെ സമയത്ത് നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എന്നല്ലാത്ത ഇപ്പൊ ഞാൻ വളരെ സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. കാരണം എന്റെ ക്ലയൻസിന് റിസൾട്ട് കിട്ടി തുടങ്ങി. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് കോളുകൾ വന്നുകൊണ്ടിരിക്കും. ഇപ്പം കേരളത്തിലാണെങ്കിലും പല ആൾക്കാർക്കും പല കോച്ചസും നമ്മുടെ ആവശ്യകത മനസ്സിലാക്കാൻ തുടങ്ങും. അപ്പൊ ഓഫ് കോഴ്സ് നമുക്ക് സാറ്റിസ്ഫിക്കേഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോളും. ഇല്ല, ഇപ്പം നിങ്ങൾക്ക് സ്പോർട്സിനെ പറ്റിയിട്ട് ഒരു ബേസിക് നോളജ് ഉണ്ടായാൽ മതി. സ്പോർട്സ് സൈക്കോളജി നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ. ഇപ്പൊ നിങ്ങൾ അതിന്റെ അകത്തൊരു നാഷണൽ ഇന്റർനാഷണൽ ഗെയിമർ ആവണം എന്നൊന്നുമില്ല. നിങ്ങളൊരു റിക്രിയേഷണൽ പ്ലെയർ ആയാലും നിങ്ങൾക്ക് സ്പോർട്സ് സൈക്കോളജി ചെയ്യാം. ഇപ്പം നിങ്ങളൊരു ഹാൻഡ്ബോൾ പ്ലെയറിനെ അല്ലെങ്കിൽ നിങ്ങളൊരു ബാഡ്മിന്റൺ പ്ലെയറിനെ ഡീൽ ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മുൻകൂട്ടി അറിയാൻ പറ്റുകയാണെങ്കിൽ ആ ഗെയിമിനെ പറ്റി ഒന്ന് നോക്കി വെക്കുക, അത്രേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് കൗൺസിലിംഗും കാര്യങ്ങളും വരുന്നത് നമുക്ക് ഏത് കൈൻഡ് ഓഫ് ഗെയിമിലുള്ള ആൾക്കാരാ നമുക്ക് പറയാൻ പറ്റൂല. എനിക്ക് അറിയാത്ത ഗെയിമിനെ പറ്റിയാണെങ്കിൽ ഞാൻ ആ നിമിഷം ഞാൻ അവിടെ കുത്തിരുന്ന് പഠിക്കുക ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു കൗൺസിലിംഗ് സെക്ഷൻ കഴിഞ്ഞിട്ട് ചോദിച്ച് മനസ്സിലാക്കുകയാണ് ചെയ്യുക. അപ്പൊ നമുക്ക് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഒരു ഗെയിമിനെ പറ്റി അറിയണമെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ നിർബന്ധങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഈ ഒരു കോഴ്സ് എടുക്കണം. അബ്രോഡ് സ്കോപ്പ് പറയുമ്പോൾ ഇപ്പൊ ഞാൻ കറന്റ്ലി UAE-ലാണ് ഉള്ളത്. ഇവിടെ അക്കാദമിക്സും കാര്യങ്ങളും ഡെവലപ്പ് ആയിട്ട് വരുന്നേ ഉള്ളൂ. അക്കാദമിക്സും കാര്യങ്ങളും ഉണ്ട്. സ്പോർട്സ് സൈക്കോളജി ഇത് ഡെവലപ്പ് ആയിട്ടേ വരുന്നുള്ളൂ. പക്ഷെ മെന്റൽ ഹെൽത്തിന് ഭയങ്കര ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന രാജ്യങ്ങളാണ് മിക്ക രാജ്യങ്ങളും വരുന്നത്. അപ്പം സ്പോർട്സ് ആൻഡ് സപ്പോർട്ടും നല്ലോണം ഡെവലപ്ഡ് ആണ്. വേറെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും? ഇന്റേൺഷിപ്പ് പറയുമ്പോൾ മിക്ക സായി, അതായത് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യകളും നമുക്ക് ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ബാംഗ്ലൂർ സായി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പിന്നെ സായി പട്യാല പഞ്ചാബില്, പിന്നെ സായി ഡൽഹി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സായി നിങ്ങൾക്ക് സ്പോർട്സ് സൈക്കോളജി എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാനുള്ള വൺ ഓഫ് ബെസ്റ്റ് സ്ഥലമാണ്. പിന്നെ ചില പ്രൈവറ്റ് സ്പോർട്സ് സൈക്കോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇപ്പം സമീക്ഷ എന്ന് പറഞ്ഞിട്ടുള്ള 2-3 ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ള, അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
പിന്നെ ഒന്ന് നമുക്ക് ഇങ്ങോട്ടൊരു ഇൻകം നമുക്ക് ചിലപ്പം കിട്ടിയെന്ന് വരൂല. പക്ഷെ നമുക്ക് ബേസിക് ആയിട്ടുള്ള അവയർനെസ് കിട്ടാൻ സായി ആണ് നല്ലൊരു ഇന്റേൺഷിപ്പ് സെന്റർ പറയുന്നത്. CUT ഗുഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പം എല്ലാം നല്ലതാണ്. ഇപ്പം രാജസ്ഥാൻ യൂണിവേഴ്സിറ്റി നല്ലതാണ്. ഞാൻ പഠിച്ചത് കൊണ്ട് മാത്രമല്ല, നമുക്ക് അവിടുത്തെ ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഡെവലപ്പിംഗ് യൂണിവേഴ്സിറ്റി ആണ്. പിന്നെ അവിടെ തന്നെ നമുക്ക് നല്ല എക്സ്പ്ലോറിംഗ് ഇതാണ് വരുന്നത്. അപ്പൊ രാജസ്ഥാനിൽ പഠിക്കുന്ന കുറച്ച് ആൾക്കാരുടെ സ്റ്റുഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ ഒരു പുതിയൊരു ആരംഭമാണ് സൈക്കി സ്പോർട്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യാനും നമുക്ക് പറ്റിയ ഒരു യൂണിവേഴ്സിറ്റിയാണ് രാജസ്ഥാൻ എന്ന് പറയുന്നത്. താങ്ക് യു അരുൺ. പ്രവീൺ, ക്വസ്റ്റ്യൻസ് കഴിഞ്ഞെങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് പോവായിരുന്നു. യെസ് മാം. സോ മക്കളെ എല്ലാവർക്കും ഇപ്പോൾ സ്പോർട്സ് സൈക്കോളജി എന്നൊരു ഫീൽഡ് എന്തൊക്കെ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു ക്ലാരിറ്റി എല്ലാവർക്കും കിട്ടിയെന്നുള്ളത് ഉറപ്പാണ്. പാർവതി മാം നല്ല പോലെ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ട് തന്നിട്ടുണ്ട്. താങ്ക് യു ഫോർ യുവർ ടൈം മാം. അപ്പോ എല്ലാവരും സൈക്യു ലേണിങ്ങിന്റെ അതേപോലെ സൈക്യു സ്പോർട്സിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആയിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. ഇനിയും ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വെബിനാറുകൾ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും 1000 നന്ദി പറയുന്നു. ഇതുപോലത്തെ വെബിനാർസ് ഇനിയും അറ്റൻഡ് ചെയ്യുക എന്ന് അറിയിച്ചുകൊണ്ട് ഒരു ന്യൂ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടല്ലോ മാം. സന ഫാത്തിമ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മളിപ്പം നമ്മുടെ ഒരു പ്രശ്നം, ഞാനൊരു ക്ലൈന്റാ. ഇപ്പം സന ഒരു സൈക്കോളജിസ്റ്റ് ആണ്, നോർമൽ സൈക്കോളജിസ്റ്റ് ആയിക്കോട്ടെ. ഞാനൊരു സ്പോർട്സ് പ്ലെയർ ആണ്. അപ്പൊ മേ ബി സനക്ക് സ്പോർട്സിനെ പറ്റി ചെറിയൊരു ധാരണകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മേ ബി ഒരു പെർട്ടിക്കുലർ സ്പോർട്സിനെ പറ്റി അല്ലെങ്കിൽ അതിൽ ഉണ്ടാവുന്ന കുറച്ച് പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരൂല. അപ്പൊ ഞാൻ എത്ര പറഞ്ഞിട്ടും സനക്ക് എന്റെ ഇമോഷൻസും കാര്യങ്ങളും ആ ഒരു ഇതിൽ റിഫ്ലക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ എന്താ വിചാരിക്കുക ആസ് എ ക്ലൈന്റ് ആയിട്ട്, അതായത് ഞാൻ പറയുന്നതൊന്നും ആ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആ ഒരു പേഴ്സണ് മനസ്സിലാവുന്നില്ല. സോ ആ പേഴ്സൺ എന്നെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും? ഈ ഒരു തോട്ട് വന്നു കഴിഞ്ഞാൽ ഏതൊരു കൗൺസിലിംഗ് പ്രൊസീജിയറും അവിടെ ഫെയിൽ ആവും. ഈ ഒരു തോട്ട് നോർമൽ സൈക്കോളജിസ്റ്റ് ആയിട്ട് സ്പോർട്സ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് സ്പോർട്സ് സ്പെസിഫിക് ആയിട്ട്, അതായത് ഒരു സ്പോർട്സ് സൈക്കോളജിസ്റ്റ് തന്നെ എന്ത് വേണം, ഒരു അത്ലറ്റിന് അല്ലെങ്കിൽ ഗെയിം കളിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പൊ ഫുട്ബോൾ ആയിക്കോട്ടെ, ഹാൻഡ്ബോൾ ആയിക്കോട്ടെ, ബാഡ്മിന്റൺ ആയിക്കോട്ടെ, അങ്ങനെ ഒരു ഏത് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിക്കും സ്പോർട്സ് സൈക്കോളജിസ്റ്റ് തന്നെ കൗൺസിലിംഗ് എടുക്കണം എന്ന് പറയാൻ കാരണം. അല്ലാതെ അവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ടോ ചോദിച്ചാൽ എഡ്യൂക്കേഷണൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പല തിയറീസ്, പല അപ്ലിക്കേഷൻസ്, പല സാധനങ്ങളും ഫോളോ ചെയ്യുന്നതിലും കാര്യങ്ങളിലും വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ബേസിക് തിയറി എന്ന് പറയുന്നത് ഈ ഫീലിങ്സ് മനസ്സിലാക്കാതെ നമ്മൾ കൗൺസിലിംഗ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അതാണ് അവിടെ. വേറെ എന്തെങ്കിലും ഡൗട്ട്? എന്തായാലും എല്ലാവർക്കും നല്ലൊരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാൻ കഴിയട്ടെ. ഇനിയിപ്പോ സ്പോർട്സ് സൈക്കോളജി ആണെങ്കിൽ അങ്ങനെ ഇന്ത്യയിലും അബ്രോഡുകളിലും ആയിട്ട് നിറയെ യൂണിവേഴ്സിറ്റീസ് സ്പോർട്സ് സൈക്കോളജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
നല്ലൊരു യൂണിവേഴ്സിറ്റി തന്നെ അഡ്മിഷനും കാര്യങ്ങളും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. അപ്പൊ എന്നാ നമുക്ക് സെഷൻ എൻഡ് ചെയ്യല്ലേ? അപ്പൊ എല്ലാവരുടെയും ഡൗട്ട്സും കാര്യങ്ങളും ക്ലിയർ ആയി എന്ന് കരുതുന്നു. അപ്പോൾ ഇനി വരുന്ന വെബിനാർസ് എല്ലാവരും അറ്റൻഡ് ചെയ്യുക. ഇതുപോലെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വാട്സപ്പിലൊക്കെ ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അത് അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കാം. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ സെഷൻ ഇവിടെ എൻഡ് ചെയ്യണം.